പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ പുഴയിൽ കൂടെ പോകുന്ന ഓരോ സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഗ്യാസ് കുറ്റിയൊക്കെ ഒരുപാട് പോയി. ഇവിടെ വയനാട് ഭാഗത്തുള്ള ആൾക്കാരുടെ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ഒന്നിച്ച് ഒരുപാട് കുറ്റികളൊക്കെ പോയിട്ടോ. 29-ാം തീയതി ഒരു രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. 29-ാം തീയതി നല്ല രീതിയിൽ മഴ പെയ്തു. ആദ്യം ഇവിടെയൊക്കെ വെള്ളം കയറി കേട്ടോ. വെളിയന്തോട് ഭാഗത്തൊക്കെയാണ്, നമ്മുടെ നിലമ്പൂരിന്റെ ഒരു സൈഡാണിത്. അങ്ങനെ 29-ാം തീയതി രാവിലെ വെള്ളം കയറിയതിനു ശേഷം രാവിലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ. നമ്മള് 29 രാത്രിയിലൊക്കെ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം വെള്ളം ശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പുഴയിൽ. വയനാട് ഭാഗത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 29-ാം തീയതി വൈകുന്നേരത്ത് ഞങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയമാണ്. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് മോനിഷേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാരണം 2019 പ്രളയം നമ്മളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണ്. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറിയതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക, വീട്ടിലെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ. അപ്പോൾ മോനിഷ എത്തി. മോനിഷയുടെ ബസ് സാധാരണ നിർത്തുന്ന സ്ഥലത്തേക്ക് കുറെ അപ്പുറത്ത് കൊണ്ടിട്ട് നിർത്തിയത്. അങ്ങനെ അവള് ഇറങ്ങി വരികയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. കാരണം മഴ ഒരുപാട് പെയ്യാൻ നിൽക്കുന്ന പോലെ ഇരുട്ട് കുത്തി നിൽക്കുകയാണ്. നമ്മുടെ അന്തരീക്ഷമൊക്കെ ഭയങ്കര ഒരു ഒരു എന്തൊക്കെയോ ഒരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ 29-ാം തീയതി ഈ സമയത്തൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എവിടെയില്ല. വയനാട് ജില്ലയിൽ ആ ഒരു സംഭവമൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. അവിടെ ഏകദേശം 2 മണി 1 മണിയൊക്കെ ആയപ്പോഴാണ് ആ സംഭവം ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ഈ സമയത്തൊക്കെ മഴ പെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൂടും എന്നുള്ളൊരു പേടിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ പുഴയാണ് കേട്ടോ, മയിലാടി ചാലിയാർ പുഴ. ഈ ചാലിയാർ പുഴയിൽ തന്നെയാണ് വയനാടിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടെയൊക്കെ വെള്ളം നല്ല ശക്തമായിട്ട് വെള്ളം വരുന്നുണ്ട്. കാരണം വയനാട് ജില്ലയിലും മറ്റു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. അപ്പൊ പുഴയിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു എന്തൊക്കെയോ ഒരു ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചകളാണ് പുഴയിൽ കാണുന്നത്. 2019 പ്രളയം, അതായത് ഇത്രയും കാലം നമുക്ക് ഈ 2019 വരെ പ്രളയം എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ 2019 കുറേശ്ശെ വെള്ളം കൂടി, പല സ്ഥലത്തും ഉരുൾപൊട്ടി. അങ്ങനെ ഓരോ വീട്ടിലേക്കും വെള്ളം കയറി. അവസാനം നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറി. അപ്പോഴാണ് നമുക്ക് എന്താണ് ഈ ഒരു പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ഭീകരത എന്താണെന്ന് മനസ്സിലായ വർഷം 2019. അതിനുശേഷം എല്ലാ വർഷവും നമുക്ക് ഓഗസ്റ്റ് ജൂലൈ ആ മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലൊരു പേടിയാണ്, എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഭീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന സമയത്ത് നല്ല മഴ പെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കോട്ടൊക്കെ ഇട്ട് ഈ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. എന്തെങ്കിലും സാധനങ്ങൾ മാറ്റാനുണ്ടെങ്കിൽ മാറ്റി വെക്കണം. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആണ് സമയത്ത്. കാരണം മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്, റെഡ് അലേർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ചാലിയാറിന്റെ സൈഡുകളിലെ ആളുകളൊക്കെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് മാറി താമസിക്കണം എന്ന് അവർ പറയുന്നതാണ് പഞ്ചായത്തിൽ നിന്നും. അങ്ങനെ ഓരോ ഭാഗത്തുനിന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെ ഉണ്ടോ, വെള്ളമൊക്കെ നല്ല രീതിയിൽ കുത്തി ഒഴുകി വരികയാണ്. അങ്ങനെ ഇത് മയിലാടി പാടമാണ് കേട്ടോ. ഇത് 29-ാം തീയതിയിലെ കാഴ്ചയാണ്. ഇതിൽ ശരിക്ക് വെള്ളമൊന്നുമില്ല. പക്ഷെ പുഴയിൽ വെള്ളമുണ്ട്, പക്ഷെ പാടത്ത് വെള്ളം എത്തിയിട്ടില്ല. ഇനി 30-ാം തീയതിയിലെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതിനെ തൊട്ട് കഴിഞ്ഞിട്ടുള്ള കാഴ്ച 30-ാം തീയതിയിലെ കാഴ്ചയാണ്. ഇത് കണ്ടോ, ഇത് 30-ാം തീയതി രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കും ഉള്ള കാഴ്ചയാണ്. അതായത് വയനാട് സംഭവിച്ചതിന് ശേഷം നേരെ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം എന്ത് ചെയ്തു നമ്മുടെ പുഴയിലും അതേപോലെ നമ്മുടെ പാടങ്ങളിലേക്ക് എത്തിട്ടോ. ഏകദേശം നേരത്തെ കണ്ട ആ വീഡിയോയിൽ കണ്ട ആ പാടമാണിത്. വെള്ളം കംപ്ലീറ്റ് ആയി. ഇനി റോഡിലേക്ക് കൂടി എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് വന്നാല് നമ്മുടെ മയിലാടി റോഡ് ബ്ലോക്ക് ആവും കേട്ടോ. ഏതായാലും ഒരു 10 മണി 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളം കുറഞ്ഞു. അവിടെയുള്ള മഴ കുറഞ്ഞു, നമുക്കും മഴ ഇല്ലാതായി. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ലാതെ രീതിയിൽ വെള്ളം എന്ത് ചെയ്തു, കുറഞ്ഞു പോയിട്ടോ. അങ്ങനെ നമ്മൾ 29 രാത്രിയിൽ ഞങ്ങൾ എത്തിയതിനു ശേഷം നമ്മുടെ വീട് നമ്മുടെ പുഴയെ തൊട്ട് ചാരിയാണ്. നമ്മുടെ പറമ്പാണിത്. നമുക്ക് ഒരു 10-15 മീറ്റർ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്. രാത്രി 7 മണി ഓഫീസിൽ നിന്ന് വന്നിട്ട് വന്നു നോക്കിയതാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ വയനാട് ജില്ലയിൽ മഴ നല്ല ശക്തിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ മഴയും അവിടുത്തെ വെള്ളത്തിന്റെ ഒക്കെ അപേക്ഷിച്ചാണ് ഇങ്ങോട്ടും വെള്ളം വരുന്നത്. 2 പുഴയുണ്ട്.
കരിമ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പുഴയുണ്ട്, ചാലിയാറിന്റെ ആ ഒരു പുഴ, രണ്ടും കൂടെ നമുക്ക് ചാലിയാറായിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും വെള്ളം കയറും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ പറമ്പിൽ കയറി ഓരോ മീറ്റർ കണക്കിന് അല്ലെങ്കിൽ അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്നും അറിയാത്തൊരു രാത്രിയായിരുന്നു കഴിഞ്ഞ 29-ാം തീയതി രാത്രി കേട്ടോ. നമ്മുടെ പുഴയും വീടും തമ്മിലുള്ള വ്യത്യാസമാണത്. അങ്ങനെ 30-ാം തീയതി രാവിലെ ആയി. വെള്ളം ഒട്ടും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, രാവിലെയൊക്കെ ആയപ്പോ എന്താ പറയാ 10 മടങ്ങായിട്ട് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര കണക്കിന് വെള്ളം വരുന്ന ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പുഴയിലേക്ക് പോയി നോക്കിയപ്പോൾ ഗ്യാസിന്റെ കുറ്റികൾ വീട്ടില് നമ്മളെ പോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണോ അറിയില്ല, ഒരുപാട് കുറ്റികൾ ഒന്നിച്ച് 10-15 കുറ്റികളൊക്കെ ഒന്നിച്ച് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ പുഴയില്. അപ്പോൾ 30-ാം തീയതി രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. കാരണം വെള്ളം ആ രീതിയിലാണ് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നത്. മിനിറ്റ് വെച്ച് അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. 2019-ലെ പ്രളയം ഈ ഒരു ചാലിയാർ പുഴയുടെ ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലപോലെ മനസ്സിലായതാണ് എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ട്. കാരണം വെള്ളം ഒട്ടും കുറയുന്നില്ല, വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമായിട്ട് ഇത്. അതായത് ഒരു കോല് വെള്ളത്തിലും കുത്തിവെക്കും, നിലവിലുള്ള വെള്ളത്തിലും കുത്തിവെക്കും, മറ്റേത് കുറച്ച് മേലെയും കുത്തിവെക്കും. വെള്ളത്തിലുള്ള കോലിൽ നിന്ന് മേലെയുള്ള കോലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു വെള്ളം കൂടുകയാണെന്നുള്ളത്. അല്ല, ഈ വെള്ളത്തിലുള്ള കോലിൽ നിന്ന് വെള്ളം താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വെള്ളം കുറഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ വെള്ളം എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. സമാധാനമായി. പക്ഷെ എന്നാലും നമുക്ക് പേടിയുണ്ട്. വയനാട് ജില്ലയിൽ ഇനിയും ഉരുൾപൊട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഗ്രൂപ്പുകളുടെ ഓരോ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെള്ളം കുറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസമായി. എന്നാൽ പോലും ഓഗസ്റ്റിലെ ഈ ഒരു അന്തരീക്ഷത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. മഴ ഇനിയും പെയ്യും. സേഫ് ആയിട്ടിരിക്കാം.